സ്റ്റുഡൻസ് NIOS 2025 ഏപ്രിൽ ബാച്ചിന്റെ റിസൾട്ട് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ചിലർക്കെങ്കിലും റിസൾട്ടിൽ SYCP, SYCT എന്നൊക്കെ കാണുന്നുണ്ടാവും അല്ലെ. എന്തുകൊണ്ട് ഈ കോഡുകൾ കാണുന്നത്? നിങ്ങൾ ഫെയിൽ ആയത് കാരണമാണോ? അങ്ങനെ പല സംശയങ്ങളും ഉണ്ട് സ്റ്റുഡൻസിന്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ റിസൾട്ട് വെച്ചിട്ട് തന്നെ നോക്കാം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത്. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. സോ SYCP എന്ന് പറയുമ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ സബ്ജക്റ്റ് ക്ലിയർ ആയിട്ടില്ല എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. സബ്ജക്റ്റ് ടു ബി ക്ലിയർഡ് എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് ഇവിടെ SYCP എന്ന് വരുന്നത്? P എന്ന് വരുമ്പോൾ പ്രാക്ടിക്കലിനാണെന്നും T എന്ന് വരുമ്പം തിയറിക്കാണെന്നും അതുപോലെ തന്നെ SYC എന്നേ ചിലത് കാണിക്കാറുള്ളൂ, അതും തിയറിക്ക് തന്നെയാണ് പറയുന്നത്. ഇവിടെ SYCP എന്ന് പറയുമ്പം ഈ സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ടിൽ നോക്കൂ, കെമിസ്ട്രിയിൽ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണ് അല്ലേ. ഈ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് സ്റ്റുഡൻറ്റ് ആബ്സെൻ്റ് ആണ്. സോ പ്രാക്ടിക്കലിൽ പാസ് ആയിട്ടില്ല. റിട്ടേൺ എക്സാമിൽ 35 കിട്ടിയിട്ടുണ്ട്, പാസ്സാണ്. അതുപോലെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ അസൈൻമെന്റിൽ 16 മാർക്ക് കിട്ടിയിട്ടുണ്ട്, അതും പാസ്സാണ്. പക്ഷേ ഇവിടെ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാത്തത് കാരണം സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ട് SYCP എന്നാണ് വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാ? ആ പ്രാക്ടിക്കലിൽ പാസ്സായിട്ടില്ല, സോ എക്സാമിന് പാസ്സായിട്ടില്ല, അതാണ് അർത്ഥമാക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഇൻടു മാർക്ക് വന്നിട്ടുള്ളത്. ഇവിടെ SYCP എന്നുള്ള 2 വിഷയത്തിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും ആബ്സെന്റ് ആയത് കാരണം ഈ സ്റ്റുഡൻറ്റിന് പാസ്സാവാൻ സാധിച്ചിട്ടില്ല. സോ അതാണ് ഈ ഒരു SYCP പ്രാക്ടിക്കലിന് ഫെയിൽ ആണ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇനി SYC എന്ന് കാണാറുണ്ട്. SYC എന്ന് പറയുമ്പോൾ അത് തിയറിക്ക് ഫെയിൽ ആയത് കാരണമാണ്. SYCT എന്ന് ചിലതിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്, ചിലതിൽ SYC എന്ന് മാത്രമേ കാണിക്കാറുള്ളൂ. സോ ഇവിടെ ഇപ്പൊ മാത്സ് പ്രാക്ടിക്കൽ ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് ആണ് മാത്സിൽ ഈ സ്റ്റുഡൻറ്റിന് 9 മാർക്കാണ് തിയറിക്ക് റിട്ടേൺ എക്സാമിന് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ 9 മാർക്ക് കൊണ്ട് എന്തായാലും തിയറി എക്സാം ഫെയിൽ ആയിട്ടുണ്ടാവും അല്ലെ. സോ ഇവിടെ തിയറി എക്സാം ഫെയിൽ ആയത് കാരണമാണ് ഇവിടെ SYC എന്ന് കാണിക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ്, 3 സബ്ജക്റ്റിൽ ആ ഒരു സബ്ജക്റ്റ് ക്ലിയർ ചെയ്യാത്തത് കാരണമാണ് സ്റ്റുഡൻറ്റ് ഫെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ ഫെയിൽ ആവുന്നതിന് കാണിക്കുന്ന കോഡാണ് SYCP, SYCT അല്ലെങ്കിൽ SYC എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും നിങ്ങളുടെ സംശയം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ആരുടെയെങ്കിലും റിസൾട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലിലാണോ അല്ലെങ്കിൽ തിയറിയിലാണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം പ്രാക്ടിക്കലിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അടുത്ത ബാച്ചിൻ്റെ കൂടെ പ്രാക്ടിക്കൽ ചെയ്യാം. അതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് പ്രാക്ടിക്കൽ എക്സാമിന് ഇനി എഴുതണമെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. സോ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി തന്നെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്നതാണ്. ഈ പ്രാക്ടിക്കലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പോഴേ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതും കൂടെ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് മാത്രമല്ല, ഇനി ഫെയിൽ ആയിട്ടുള്ള തിയറി എക്സാമിൽ ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇനി സേ എക്സാം വരുന്നുണ്ട്. സേ എക്സാം എന്ന് പറയുമ്പം സേ എക്സാം എന്നുള്ള ടൈറ്റിൽ അല്ലെങ്കിലും ഓൺ ഡിമാൻഡ് ആയിട്ടും അടുത്ത ബാച്ചിൻ്റെ കൂടെയും ഇനി നിങ്ങൾക്ക് രജിസ്ട്രേഷന് പോർട്ടൽ ഓപ്പൺ ആയിട്ടും സേ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്തും കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് NIOS സ്റ്റുഡൻറ് സപ്പോർട്ട് എന്നുള്ള രീതിക്ക് ഫ്യൂച്ചർ പ്ലസിന്റെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പുകൾ വരുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ NIOSന്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി എക്സാമിന് പാസ് ആവാത്ത സ്റ്റുഡൻസിന് വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. മെറ്റീരിയൽസ് നമ്മൾ വെബ്സൈറ്റ് വഴിയാണ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വീണ്ടും എക്സാം എഴുതി പാസ് ആവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഫെയിലായി പോയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും വീണ്ടും പാസ് ആവാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് NIOS തരുന്നുണ്ട്. സോ നിങ്ങളത് മനസ്സിലാക്കുക, ആരും വിഷമിച്ചിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം എഴുതി പാസ് ആവാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്